ഹായ് എവരിവൺ, ഞാനാണ്. ഇത് ക്ലാസ് 10 ബയോളജി ചാപ്റ്റർ ലൈഫ് പ്രോസസ്സസിൻ്റെ സെക്കൻഡ് ലെക്ചറാണ്. ഈ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ലൈഫ് പ്രോസസ്സിനെ കുറിച്ചാണ്. ഈ ലെക്ചറിൽ നമ്മൾ ആദ്യം ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ പഠിക്കും, അത് കഴിയുമ്പോൾ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ പഠിക്കും, അതും കഴിയുമ്പോൾ നമ്മൾ ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് പഠിക്കും. തുടങ്ങാം. നമുക്കൊക്കെ എന്ത് ജോലി ചെയ്യണമെങ്കിലും എനർജി വേണം അല്ലേ? ഈ എനർജി നമുക്ക് കിട്ടുന്നത് ഔട്ട്സൈഡ് എനർജി സോഴ്സുകളിൽ നിന്നാണ്. ഇങ്ങനെയുള്ള ഔട്ട്സൈഡ് എനർജി സോഴ്സുകളെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഫുഡ് അല്ലേ? ഓരോ ഓർഗാനിസത്തിൻ്റെയും എനർജി റിക്വയർമെൻറ്റ്സും അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് അവർ ഒബ്റ്റെയിൻ ചെയ്യുന്ന രീതിയും പലതരമാണ്. ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ദിസ് ഫുഡ് യൂഷ്വലി നമ്മൾ രണ്ടായിട്ടാണ് ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഓട്ടോട്രോഫ്സ് ആൻഡ് ഹെറ്ററോട്രോഫ്സ്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കുന്നത് പ്രകൃതിയിൽ കാണപ്പെടുന്ന ഇനോർഗാനിക് സബ്സ്റ്റൻസുകളായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ കൂടെ കൂടിച്ചേർന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. അവർക്ക് വേണ്ട ഫുഡ് അവർ സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്യുകയാണ്. അതിന് എക്സാമ്പിൾസാണ് ഗ്രീൻ പ്ലാന്റ്സ്. എന്നാൽ വേറെ ചിലരുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവർ ഡിപ്പെൻഡ് ചെയ്യും ആരെ? മെയിനായിട്ടും ഓട്ടോട്രോഫ്സിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം, അവർ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫുഡ് ഈ പറയുന്ന ഹെറ്ററോട്രോഫ്സ് കൺസ്യൂം ചെയ്യും. അതായത് ഇവർ കോംപ്ലെക്സ് ഫുഡിനെ കൺസ്യൂം ചെയ്തിട്ട് ഇവരുടെ ബോഡിക്കുള്ളിൽ ഇതിനെ സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും, യൂഷ്വലി എൻസൈംസിൻ്റെ ഒക്കെ സഹായത്തോടെ. ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത ഫുഡിനെ അവർ യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ തന്നെ അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള വേസ്റ്റിനെ അവർ റിമൂവ് ചെയ്ത് കളയും. ഈ തരം ന്യൂട്രീഷനാണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഈ പറഞ്ഞ ഹെറ്ററോട്രോഫ്സിന് മെയിനായിട്ടുള്ള എക്സാമ്പിൾസാണ് കേട്ടോ ആനിമൽസ്. അപ്പോൾ ഈ ഹെറ്ററോട്രോഫ്സിൻ്റെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ ബേസിൽ നമുക്കിവരെ മൂന്നായിട്ട് തരംതിരിക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്: ഹെർബിവോസ്, കാർണിവോസ് ആൻഡ് ഓംനിവോസ്. ഇതിൽ ഹെർബിവോസ് ആരായിരുന്നു? ദേ ആർ പ്ലാന്റ് ഈറ്റേഴ്സ്. ദ ആനിമൽസ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ് പ്രോഡക്ട്സ് ആർ കോൾഡ് ഹെർബിവോസ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആരൊക്കെയായിരുന്നു? ഷീപ്പും കൗവും ഒക്കെ എക്സാമ്പിൾസ് ആയിരുന്നു. ദെൻ അടുത്ത കാറ്റഗറി ആയിരുന്നു കാർണിവോസ്. ദേ ആർ മെയിൻലി ഫ്ലഷ് ഈറ്റേഴ്സ്. അതായത് ആനിമൽസിനെ മാത്രം കൺസ്യൂം ചെയ്യുന്ന ഒരു വിഭാഗം, അതായത് മാംസാഹാരികളെന്ന് നമ്മൾ പറയും അല്ലേ? അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? ടൈഗർ, ലയൺ ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇതും കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കാറ്റഗറി ആയിരുന്നു ഓംനിവോസ്. അതായത് ദ ആനിമൽസ് വിച്ച് ഈറ്റ് ബോത്ത് പ്ലാന്റ് പ്രോഡക്ട്സ് ആൻഡ് ആനിമൽ പ്രോഡക്ട്സ്. അതിന് ഉള്ള ബെറ്റർ എക്സാമ്പിൾസ് ആരാണ്? നമ്മൾ ഹ്യൂമൻ ബീങ്സ് തന്നെയാണ്. ഇതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് ഹെറ്ററോട്രോഫ്സിനെ നമുക്ക് എഗെയിൻ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ദ ഓർഗാനിസംസ് വിച്ച് ഫോളോ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ, പാരസൈറ്റിക് ന്യൂട്രീഷൻ ആൻഡ് ഹോളോസോയിക് ന്യൂട്രീഷൻ. ഇതിൽ സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ ഓർഗാനിസംസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസംസ്. അതായത് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിൽ നിന്ന് അവരുടെ ന്യൂട്രീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന തരം ജീവികളെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളാണ് മഷ്റൂമും ബ്രെഡ് മൗൾഡും ഒക്കെ. രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് പാരസൈറ്റ്സ്. അവരെങ്ങനെയാണ്? വേറെ ഒരു ലിവിങ് ഓർഗാനിസത്തിനെയാണ് അവരുടെ ന്യൂട്രീഷന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് വിതൗട്ട് കില്ലിങ് ഇറ്റ്. അതായത് ഈ പാരസൈറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ഓർഗാനിസത്തെ നമ്മൾ ഹോസ്റ്റ് ഓർഗാനിസം എന്നാണ് പറയുക. അതായത് ഹോസ്റ്റിനെ കൊല്ലാതെ തന്നെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ന്യൂട്രീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന തരം ജീവികളെയാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് പറയുക. ഈ പാരസൈറ്റ്സ് രണ്ട് തരമുണ്ട്: എൻഡോ പാരസൈറ്റ്സ് ആൻഡ് എക്സോ പാരസൈറ്റ്സ്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിക്കുള്ളിൽ ജീവിച്ച് അവിടെ നിന്ന് തന്നെ ന്യൂട്രീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നവർ എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഒരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിന് പുറത്ത് നിന്നാണ് അത് ന്യൂട്രീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ എക്സോ പാരസൈറ്റ്സ് എന്ന് പറയും. എൻഡോ പാരസൈറ്റ്സിൻ്റെ എക്സാമ്പിളാണ് റൗണ്ട് വേം ഒക്കെ. എക്സോ പാരസൈറ്റ്സിൻ്റെ എക്സാമ്പിളാണ് ഈ ലീച്ചസും ലൈസും ഒക്കെ. ഇതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ തരം ന്യൂട്രീഷനാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ. അതായത് ഫീഡിങ് ഓൺ സോളിഡ് ഫുഡ് എന്ന് പറയും. അതായത് ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് എൻഗൾഫ് ചെയ്ത് അല്ലെങ്കിൽ ബോഡിക്കുള്ളിലേക്ക് എടുത്ത് ദെൻ ആ കോംപ്ലെക്സ് മോളിക്യൂളിനെ സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് ഡൈജഷനിൽ കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സോളിബിൾ ആക്കി മാറ്റിയ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്ത് അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള വേസ്റ്റുകളെയൊക്കെ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്ന തരം ന്യൂട്രീഷനാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ. ഇനി നമുക്ക് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതായത് ദ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. ഈ തരം ന്യൂട്രീഷനിൽ ഇവരുടെ എനർജി റിക്വയർമെൻറ്റും റോ മെറ്റീരിയൽസിൻ്റെ റിക്വയർമെൻറ്റും ഒക്കെ യൂഷ്വലി ഫുൾഫിൽ ബൈ ഫോട്ടോസിന്തസിസ്.
എന്തായിരുന്നു ഫോട്ടോസിന്തസിസ് എന്ന് ഓർമ്മയുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ഉപയോഗിച്ച് സൺലൈറ്റിൻ്റെയും ക്ലോറോഫില്ലിൻ്റെയും ഒക്കെ പ്രസൻസിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയായിരുന്നു നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതായത് നമ്മൾ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ എൻവയോൺമെൻറ്റിൽ നിന്ന് പ്ലാന്റ്സ് സ്വീകരിക്കും. ആൻഡ് അഗെയിൻ ലൈറ്റ് എനർജി, സൂര്യനിൽ നിന്ന് സോളാർ എനർജി അവർ എനർജി സോഴ്സായിട്ട് എടുക്കും. ആൻഡ് അഗെയിൻ ക്ലോറോഫില്ലിൻ്റെ പ്രസൻസിൽ, ക്ലോറോഫിൽ എന്തായിരുന്നു? നമ്മൾ പണ്ട് പ്ലാന്റ്സിൽ പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് ഓർഗനൽസിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓർഗനൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗ്രീൻ കളർ പിഗ്മെൻ്റ് ആയിരുന്നു ക്ലോറോഫിൽ അല്ലേ. അപ്പോൾ ഈ ക്ലോറോഫില്ലിൻ്റെ പ്രസൻസിലേ ഉള്ളൂ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട ഒരു ചായ വെക്കുകയെന്ന് വെച്ചോ. ചായ വെക്കണമെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ വേണം വെള്ളവും പഞ്ചസാരയും ചായപ്പൊടിയും പാലൊഴിക്കുന്നുണ്ടെങ്കിൽ പാലും ഒക്കെ വെക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒന്നെങ്കിൽ ഒരു ഇൻഡക്ഷൻ കുക്കർ വേണം, അല്ലെങ്കിൽ ഒരു ഫ്ലെയിം വേണം അല്ലെ, തീ വേണം. ഈ ഒരു എനർജിയാണ് നമ്മൾ ഇവിടെ ഫോട്ടോസിന്തസിസിലെ സോളാർ എനർജി. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു വെസലുണ്ട്, ആ ഒരു പാത്രം. നമുക്ക് ക്ലോറോഫില്ലിനെ വേണമെങ്കിൽ ഈ ഒരു പാത്രത്തോട് ഉപയോഗിക്കാം. അതായത് ക്ലോറോഫിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ട റോ മെറ്റീരിയൽസ് പോലെയാണ് ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളമൊക്കെ. അപ്പോൾ ഒരു ഇക്വേഷൻ ഫോമുല പറയുവാണെങ്കിൽ 6CO2 + 6H2O gives us C6H12O6 + O2. അപ്പോൾ ഈ പറയുന്ന ആരോ മാർക്കിൽ നമ്മുടെ നെസസറി കണ്ടീഷൻസ് ഏതൊക്കെ ആയിരിക്കും? സൺലൈറ്റും ക്ലോറോഫില്ലും. അതുപോലെ തന്നെ ഈ പറയുന്ന ഫോട്ടോസിന്തസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഇവൻ്റാണ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. അതായത് സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം അതിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും അല്ലേ, ഈ ഒരു പ്രോസസ്സ്. രണ്ടാമത്തെ ഇവൻ്റാണ് കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. എങ്ങനെയായിരിക്കും ശരിക്കും ഈ ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക? അതായത് നമ്മളുടെ വാട്ടർ മോളിക്യൂൾ ഉണ്ടല്ലോ, H2O, ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് H2O ഓക്സിജനുമായിട്ട് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കും. അതായത് ഒരു അയോൺസ്, ഇലക്ട്രോൺസ് ഒക്കെ ലിബറേറ്റ് ചെയ്ത് ആ ഒരു കെമിക്കൽ എനർജി അവിടെ ജനറേറ്റ് ചെയ്ത് വയ്ക്കും. ആൻഡ് അഗെയിൻ മൂന്നാമത്തെ ഇവൻ്റാണ് ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ്. അതായത് നമ്മൾ രണ്ടാമത്തെ ഇവൻറ്റിൽ ഉണ്ടായിട്ടുള്ള ഹൈഡ്രജൻ അയോൺസ് വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യും. അതായത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്തായിരുന്നു? റിഡക്ഷൻ പ്രോസസ്സായിരുന്നു അല്ലേ. അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് ഹൈഡ്രജനും കൂടി ആഡ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് ഫോർമേഷൻ C6H12O6 ഉണ്ടാവും. ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 ഇവൻറ്റ്സ്. ദ 3 ഇവൻറ്റ്സ് ടേക്സ് പ്ലേസ് ഇൻ ഫോട്ടോസിന്തസിസ്. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 നെസസറി കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻസ്? സൺലൈറ്റ്, ക്ലോറോഫിൽ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. ഇത് 4 ഉണ്ടെങ്കിലേ ഉള്ളൂ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ റോ മെറ്റീരിയൽസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. അതുപോലെ തന്നെ സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിലോ അത് ക്ലോറോപ്ലാസ്റ്റാണ്, ക്ലോറോഫിൽ കണ്ടെയ്നിങ് സെൽ ഓർഗൻ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം, സൺലൈറ്റ് വേണം, ക്ലോറോഫിൽ വേണം. ക്ലോറോഫിൽ ലീഫിൽ ഗ്രീൻ കളർ ലീഫിലുണ്ട്. അതുപോലെ തന്നെ സൺലൈറ്റ് നകത്തുനിന്ന് നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയായിരിക്കും കിട്ടുക? വാട്ടർ എങ്ങനെയായിരിക്കും കിട്ടുക? ഈ പറയുന്ന വെള്ളം നമ്മുടെ റൂട്ട്സ് വെച്ചിട്ട് സോയിലിൽ നിന്ന് വലിച്ചെടുക്കുക ചെയ്യാം. അപ്പോൾ ഇത് പറയുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കാനുണ്ട്. നമ്മൾ വാട്ടർ അബ്സോർബ് ചെയ്യുന്ന കൂടെ തന്നെ സോയിലിൽ നിന്ന് നൈട്രജനും ഫോസ്ഫറസും പോലെയുള്ള ഇനോർഗാനിക് മെറ്റീരിയൽസും കൂടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതെന്തിനായിരിക്കും? ഗ്ലൂക്കോസ് പോലെ തന്നെ പ്ലാന്റ്സിൽ പ്രോട്ടീൻ സിന്തസിസും കൂടെ നടക്കേണ്ടതുണ്ട്. പ്രോട്ടീൻ സിന്തസിസിന് നൈട്രജൻ എലമെൻറ്റിൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്? സോയിലിൽ നിന്ന് റൂട്ട് വഴി വലിച്ചെടുക്കുകയാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലോ, കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നാണ് നമ്മൾ വലിച്ചെടുക്കുക, നമ്മളല്ല പ്ലാന്റ്സ് വലിച്ചെടുക്കുക. അതെങ്ങനെയായിരിക്കും? നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ ത്രൂ ഔട്ട് പ്ലാന്റ്, അതായത് സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ ചെറിയ ചെറിയ ടൈനി ഓപ്പണിങ്സ് ഉണ്ട്. ഈ ഓപ്പണിങ്സിനെ നമ്മൾ വിളിക്കുന്നത് സ്റ്റൊമേറ്റ എന്നാണ്. അപ്പോൾ ഈ സ്റ്റൊമേറ്റയുടെ ഫംഗ്ഷനാണ് എക്സ്ചേഞ്ച് ഓഫ് വാട്ടറും അതുപോലെ തന്നെ ഗേഷ്യസ് എക്സ്ചേഞ്ചും. അതായത് ഒരു പ്ലാന്റ് വലിച്ചെടുത്ത് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ടും അതിൻ്റെ ബാക്കിയുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം, എക്സ്ട്രാ ഉള്ള വെള്ളം ഇതുപോലെ ട്രാൻസ്പിരേഷൻ വഴി ലീഫിൽ കൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് ഈ ടെമ്പറേച്ചർ മെയിൻ്റനൻസിനൊക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന വാട്ടർ എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ടൈനി പോർസ് സ്റ്റൊമേറ്റ വഴിയാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിലേക്ക് വേണ്ട കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ ഇൻ ആൻഡ് ഔട്ട് മൂവ്മെൻറ്റ് നടക്കുന്നതും ഈ സ്റ്റൊമേറ്റ വഴിയാണ്.
അപ്പോൾ ഈ സ്റ്റൊമേറ്റയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോറ് ഫോം ചെയ്തേക്കുന്നത് 2 ഗാർഡ് സെൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സ്റ്റൊമേറ്റ കണ്ടെയ്ൻസ് 2 ഗാർഡ് സെൽസ്. ഈ ഗാർഡ് സെൽസിൽ നിറച്ച് വെള്ളമൊക്കെ ഉള്ളപ്പോൾ ഇത് സ്വെല്ല് ചെയ്ത് ഇതിന് നല്ലൊരു കേർവ്ഡ് ഷേപ്പ് ആവും. അപ്പോൾ ആ കേർവ്ഡ് ഷേപ്പ് ആകുമ്പോൾ ആ പോർ ഓപ്പൺ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഗാർഡ് സെൽസിൽ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന സമയമാകുമ്പോൾ അത് ഷ്രിങ്ക് ചെയ്ത് ഈ ഗാർഡ് സെൽ സ്ട്രെയിറ്റ് ഷേപ്പ് ആവും. അങ്ങനെ സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് ഈ പോർസ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്റ്റൊമേറ്റയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഓരോ തരം ചെടികൾക്കും ഡിഫറെൻറ്റ് അഡാപ്റ്റേഷൻസ് ഉണ്ട്. നല്ല വീതിയുള്ള ഇലകൾക്കാണെങ്കിൽ ഈ ഇലകളുടെ താഴ്ഭാഗത്താണ് കൂടുതലും സ്റ്റൊമേറ്റാസ് ഉണ്ടാവുക. അതേസമയം നാരോ ലീവ്സ് ആണെങ്കിൽ മുകളിലും താഴെ ബോത്ത് സൈഡ്സിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും ഈ സ്റ്റൊമേറ്റാസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് ആണ്. അതായത് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിലെ ഹോളോസോയിക് ന്യൂട്രീഷനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുക. ഇതിൽ നമ്മൾ അമീബയുടെ ന്യൂട്രീഷനും ഹ്യൂമൻ ബീങ്സിൻ്റെ ന്യൂട്രീഷനും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ഈ ഹോളോസോയിക് ന്യൂട്രീഷൻ്റെ സ്റ്റെപ്സ് നമുക്ക് ഒരു 5 ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻജഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞിരുന്നു ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡിങ് ഓൺ സോളിഡ് ഫുഡാണ്. അതായത് ആ സോളിഡ് ഫുഡിനെ ബോഡിക്കുള്ളിലേക്ക്, ഇപ്പോൾ അമീബ ആണെങ്കിൽ സെല്ലിനുള്ളിലേക്ക്, നമ്മൾ മനുഷ്യരാണെങ്കിൽ മൗത്തിനുള്ളിലേക്ക് സ്വീകരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇൻജഷൻ. അപ്പോൾ രണ്ടാമത്തെ പ്രോസസ്സ് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി ഭക്ഷണം ഇൻജസ്റ്റ് ചെയ്തു, ഇനി അതിനെ നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഈ ഫുഡിനെ കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സിംപ്ലി ദ കൺവേർഷൻ ഓഫ് ലാർജ് ഇൻസോല്യുബിൾ ഫുഡ് മോളിക്യൂൾ ഇൻ ടു സ്മോൾ വാട്ടർ സോല്യുബിൾ മോളിക്യൂൾസ്. അതായത് ഈ കോംപ്ലക്സ് ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത്, അതായത് എൻസൈംസിൻ്റെ അല്ലെങ്കിൽ ഒരു ബയോ കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഡൈജഷൻ. ഡൈജഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രോസസ്സ് ഓബ്വിയസ്ലി അബ്സോർപ്ഷൻ. അതായത് നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ സെൽ മെംബ്രെയിനകത്ത് നിന്ന് അകത്തേക്ക് കയറിയത് സൈറ്റോപ്ലാസത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. ആൻഡ് അഗെയിൻ 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസിമിലേഷനാണ്. അതായത് അബ്സോർബ് ചെയ്ത ആ ഒരു ഫുഡ് അല്ലെങ്കിൽ ആ ഒരു എനർജി സോഴ്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. ആൻഡ് അഗെയിൻ 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇജഷൻ. അതായത് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ അബ്സോർബ് ചെയ്തു അല്ലേ? അപ്പോൾ കുറച്ച് അൺവാണ്ടഡ് ആൻഡ് അൺഡൈജസ്റ്റഡ് വേസ്റ്റ് ഉണ്ടാവും. അതിനെ ബോഡിക്കുള്ളിൽ നിന്ന് പുറന്തള്ളുന്ന ആ ഒരു പ്രക്രിയയാണ് ഇജഷൻ. ഇനി നമുക്ക് ന്യൂട്രീഷനിൽ അമീബ നോക്കാം. ഇവിടെ നമുക്ക് ഈ 5 സ്റ്റെപ്പായിട്ട് കാണാം ഈ പറയുന്ന ന്യൂട്രീഷൻ പ്രോസസ്സിനെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻജഷൻ അല്ലേ? ഇൻജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡിനെ അമീബ അതിൻ്റെ ബോഡിക്കുള്ളിലേക്ക് എടുക്കുന്ന ആ ഒരു പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് ഫാഗോസൈറ്റോസിസ് എന്നാണ്. നിങ്ങൾക്കറിയാം അമീബയ്ക്ക് ഇങ്ങനെ കപടപാദങ്ങൾ എന്ന് പറയും, സ്യൂഡോപോഡിയ. അമീബയുടെ സെൽ സർഫസിൽ ടെമ്പററി ആയിട്ട് കാണുന്ന ഈ ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻസിനെയാണ് നമ്മൾ ഈ സ്യൂഡോപോഡിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് പാർട്ടിക്കിൾ ഈ യൂണിസെല്ലുലാർ പ്രോട്ടോസോമനായിട്ടുള്ള അമീബയുടെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ സ്യൂഡോപോഡിയ വഴി അവർ ആ ഫുഡ് പാർട്ടിക്കിളിനെ അങ്ങോട്ട് എംബ്രേസ് ചെയ്തിട്ട്, അതായത് അതിനെ ചുറ്റി ആ ഒരു ഫുഡിനെ ഇവരുടെ സെൽ മെംബ്രെയിനിൻ്റെ കൊണ്ട് കവർ ചെയ്തിട്ട് ഈ സൈറ്റോപ്ലാസത്തിനുള്ളിലേക്ക് എടുക്കും. അപ്പോൾ നോക്കിക്കഴിയുമ്പോൾ ഇൻജഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ കഴിഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ എൻഗൾഫ് ചെയ്ത ഫുഡ് ഒരു ടെമ്പററി സ്റ്റൊമക്കായിട്ട് ഒരു ഫുഡ് വാക്യൂളായിട്ട് ഇവരുടെ സൈറ്റോപ്ലാസത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന വാക്യൂളിലേക്ക് എൻസൈംസിനെ സെക്രേറ്റ് ചെയ്യും ഈ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സെക്രേറ്റ് ചെയ്ത് ഡൈജഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഡൈജസ്റ്റഡ് ഫുഡ് ഈ സൈറ്റോപ്ലാസത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ഇതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അത് കഴിഞ്ഞ് ഈ കിട്ടിയ എനർജി സോഴ്സ് കൊണ്ട് അമീബ ഗ്രോ ചെയ്യും. ഇതാണ് അസിമിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇത് കഴിഞ്ഞിട്ട് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് സെൽ മെംബ്രെയിൻ റപ്ചർ ചെയ്ത് ഏത് സമയവും ത്രോൺ ഔട്ടായി പോകും. ഈ ഒരു പ്രോസസ്സാണ് ഇജഷൻ. ഇതുപോലെ തന്നെ സിമിലറാണ് പാരമീസിയത്തിൻ്റെ ന്യൂട്രീഷൻ സ്റ്റെപ്സും. ഇതിൽ ആകെപ്പാടെ വ്യത്യാസം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻജഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. അതായത് ഇൻജഷനിൽ അമീബ സ്യൂഡോപോഡിയ വഴിയാണ് ഫുഡ് പാർട്ടിക്കിളിനെ ബോഡിക്കുള്ളിലേക്ക് എടുത്തിരുന്നെങ്കിൽ പാരമീസിയം സീലിയ വഴി തട്ടി അതിൻ്റെ മൗത്ത് ലൈക്ക് സ്ട്രക്ചറിൻ്റെ അടുത്തേക്ക് എത്തിക്കും. അങ്ങനെയാണ് ആ ഇൻജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പാരമീസിയത്തിൽ നടക്കുക. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഭക്ഷണം എൻഗൾഫ് ചെയ്യും, ആൻഡ് അഗെയിൻ അത് ഡൈജസ്റ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള
ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളെ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നറിയാം. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തൊക്കെ എവിടെയൊക്കെ വെച്ച് സംഭവിക്കുന്നുവെന്ന്. Human digestive system consists of alimentary canal and its associated gland. അതായത് ഒരു 8 തൊട്ട് 10 മീറ്റർ വരെ നീളമുള്ള ഒരു ലോങ് ട്യൂബ്, അതിനെയാണ് നമ്മൾ അലിമെൻ്ററി കനാൽ എന്ന് വിളിക്കുക. വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം മൗത്ത് ആൻഡ് ടെർമിനേറ്റ്സ് ഇൻ ടു ഏനസ്. ഈ അലിമെൻ്ററി കനാലും ഈ അലിമെൻ്ററി കനാലിലേക്ക് സെക്രീഷൻസിനെ തുറക്കുന്ന കുറച്ച് ഗ്ലാൻസും കുറച്ച് ഗ്രന്ഥികൾ ഇവയും കൂടെ കൂടിച്ചേർന്നതാണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഓരോ സ്റ്റെപ്പ്, നമ്മുടെ 5 സ്റ്റെപ്പ് ഈ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ ഏതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? ഇൻജഷൻ. ഏതെങ്കിലും ഒരു എനർജി സോഴ്സ് അല്ലെങ്കിൽ ഫുഡ് വിച്ച് ഈസ് ഇൻജസ്റ്റഡ് ത്രൂ സ്പെഷ്യൽ ഓർഗൻ കോൾഡ് മൗത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാൻഡ്സ്. നമ്മൾ കൈകൾ ഉപയോഗിച്ച് നമ്മളുടെ സ്പെഷ്യൽ ഓർഗനാണ്, ഇൻജക്ഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഓർഗനാണ് മൗത്തിലേക്ക് ഈ ഫുഡ് വെക്കുന്ന പ്രോസസ്സാണ് ഇൻജഷൻ. ഇൻജക്ഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് ഏതാ? ഡൈജഷനാണ്. അപ്പോൾ ഡൈജഷൻ സ്റ്റാർട്ട്സ് റൈറ്റ് ഫ്രം ദ മൗത്ത്. വായിലാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് വായിൽ വെച്ച ഭക്ഷണം, അതായത് ഫുഡിനെ ടീത്ത്, നമ്മുടെ പല്ലുകൾ ക്രഷ് ചെയ്യും. അതായത് നമുക്കറിയാലോ പല്ലിൻ്റെ ഫങ്ഷനാണ് ച്യൂയിങ് ആൻഡ് ഗ്രൈൻഡിങ്. അതായത് ഫിസിക്കൽ ഡൈജഷൻ പല്ലിൻ്റെ സഹായത്തോടെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ വായിലുള്ള സലൈവറി ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന സലൈവ, ഭക്ഷണത്തെ വെറ്റാക്കുന്നത് സലൈവയാണ് കേട്ടോ. അപ്പോൾ ഈ സലൈവയ്ക്കകത്ത് സലൈവറി അമിലേസ് ഉണ്ട്. അപ്പോൾ ഈ എൻസൈമാണ് കെമിക്കൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സലൈവറി അമിലേസ് സ്റ്റാർച്ചിനെ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കുറച്ച് ചോറെടുത്ത് വായിലിട്ട് കുറച്ച് നേരം ചവച്ചരച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ മധുരം ഫീൽ ചെയ്യും. അതായത് സ്റ്റാർച്ചിന് ഷുഗറായിട്ട് കൺവേർട്ടഡ് ആവുന്നതുകൊണ്ടാണ്. ദെൻ ടങ്, അതായത് നാക്കാണ് സലൈവയും ഈ ക്രഷ്ഡ് ഫുഡും കൂടെ നല്ലോണം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മൗത്തിൽ വെച്ച് സംഭവിക്കുന്നത്. അത് കഴിയുമ്പോൾ ഫുഡ് ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് ഫാരിങ്സ് വഴി ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് പൈപ്പിൽ കൂടെ ഭക്ഷണം മുമ്പോട്ട് പോകുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് വഴിയാണ്. അതായത് റിഥമിക് കൺട്രാക്ഷൻ ഓഫ് മസിൽസ് ഇൻ ദ ലൈനിങ് ഓഫ് അലിമെൻ്ററി കനാൽ. ഫോർ വാട്ട്? ടു പുഷ് ദ ഫുഡ് ഫോർവേഡ്. അതായത് ഭക്ഷണം സ്റ്റൊമക്കിലേക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഒരു റിഥമിക് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ മൂവ്മെൻറ്റ് വഴിയായിട്ടാണ് ഈ ഭക്ഷണം മുമ്പോട്ട് പോവുക. അങ്ങനെ ഭക്ഷണം മുമ്പോട്ട് ചെന്ന് എവിടെ എത്തും? സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഒരു ലാർജ് മസ്കുലർ സാക്കാണ്, ഒരു ജെ ഷേപ്ഡിൽ. അതായത് നമ്മുടെ ഡയഫ്രത്തിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ അബ്ഡോമിനൽ. അപ്പോൾ ഭക്ഷണം ഇവിടെ ഏകദേശം 3 മണിക്കൂറോളം ഇങ്ങനെ ചേൺഡ് ഔട്ട് ചെയ്യുമെന്നാണ് പറയുക. അതായത് ഇളക്കി മറിച്ച് കുഴച്ച്. അപ്പോൾ അതിൽ ഇവിടെ ശരിക്കും നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാൾസിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് പറയുന്ന പെയർ ഓഫ് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ മെയിനായിട്ടും 3 കണ്ടൻ്റാണ് ഉള്ളത്. ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഒന്ന് ദ എൻസൈം പെപ്സിൻ, പിന്നെ മ്യൂക്കസ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന് മെയിനായിട്ടും 2 ഫങ്ഷൻസാണ് ഉള്ളത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഏതെങ്കിലും ഹാംഫുൾ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫുഡിലെ ബാക്ടീരിയാസിനെ കില്ല് ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഒരു പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം ഉണ്ടെന്നല്ലേ. അതായത് പ്രോട്ടീൻ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് പെപ്സിൻ. പക്ഷേ ഈ പെപ്സിന് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു അസിഡിക് മീഡിയം വേണം. ഒരു അസിഡിക് മീഡിയത്തിലാണെങ്കിൽ മാത്രമേ പെപ്സിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് മേക്സ് ആൻ അസിഡിക് മീഡിയം ടു ഫെസിലിറ്റേറ്റ് ദ ആക്ഷൻ ഓഫ് പെപ്സിൻ. ദെൻ മൂന്നാമത്തെ കണ്ടന്റ് മ്യൂക്കസ്. അപ്പോൾ നമ്മളുടെ സ്റ്റൊമക്കിൽ ഭക്ഷണമൊന്നും ഇല്ലാത്ത ഒരു സമയമൊക്കെ വരുവാണെങ്കിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മളുടെ സ്റ്റൊമക്ക് വാൾസിനെ തന്നെ ദഹിപ്പിച്ച് കളയാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ദിസ് മ്യൂക്കസ് പ്രൊട്ടക്ട്സ് ദ ഇന്നർ ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ഫ്രം ദ കൊറോസീവ് ആക്ഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ സ്റ്റൊമക്കിൽ നിന്ന് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ചെറിയ എമൗണ്ടിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് റിലീസ് ചെയ്യും. ഈ സ്ഫിങ്ക്ടർ മസിൽസാണ് ഈ കുറച്ചായിട്ട് ഭക്ഷണം സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ എയ്ഡ് ചെയ്യുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീളമുള്ള, അതായത് അറൗണ്ട് 7 മീറ്റേഴ്സ് ലോങ് ആയിട്ട് വളരെ നാരോ ആയിട്ട് ഹൈലി കോയിൽഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. പക്ഷേ ഏറ്റവും ലെങ്ത് ഉണ്ടെങ്കിലും നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് വിളിക്കാനുള്ള കാരണം ഇത് ഭയങ്കര നാരോ ആയതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് അഗെയിൻ ഒരു കുഞ്ഞു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കാനുണ്ട്. ഹെർബിവോസും കാർണിവോസും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഹെർബിവോസിൻ്റെ മേജർ ആയിട്ടുള്ള ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ് അല്ലേ. പ്ലാന്റ്സിലെ ഒരു മേജർ കണ്ടൻ്റാണ് സെല്ലുലോസ്. അപ്പോൾ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് നല്ല പാടാണ്. അതുകൊണ്ട്
അത് ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യാനായിട്ട് കുറേയേറെ നേരം വേണ്ടതുകൊണ്ട് ഹെർബിവോസിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ലോങ്ങർ ആയിരിക്കും, അതായത് കൂടുതൽ നീളം ഉണ്ടാവും. കാർണിവോസിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈന് ലെങ്ത് കുറവായിരിക്കും. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ഡൈജഷൻ്റെ പാർട്ടിലേക്ക് വരാം. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ് നടക്കുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് 3 ഗ്ലാൻസിൻ്റെ സെക്രീഷൻസ് കിട്ടുന്നുണ്ട്. 1 ലിവർ, 2 പാൻക്രിയാസ്, 3 ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസ്. ശരിക്കും ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ടഡ് ആവും, പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ആവും, ഫാറ്റ്സ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ഗ്ലാൻസിൻ്റെ സെക്രീഷൻസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കിട്ടുന്നുണ്ടെന്ന്. ഇതിൽ ഒന്നാമത്തെ ഗ്ലാൻഡ് ലിവറിൻ്റെ സെക്രീഷനാണ് ബൈൽ ജ്യൂസ് എന്ന് പറയുന്നത്. ബൈൽ ജ്യൂസിന് 2 ഫങ്ഷനാണുള്ളത്. ഒന്നാമത്തേത് എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, അതായത് ലാർജ് ആയിട്ടുള്ള ഫാറ്റ് മോളിക്യൂൾസിനെ എൻസൈംസിന് വർക്ക് ചെയ്യാൻ എളുപ്പം ഉണ്ടാകാനായിട്ട് ചെറിയ ഗ്ലോബ്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈംസിന് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ആൽക്കലൈൻ മീഡിയം വേണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ അകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളതുകൊണ്ട് സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന ഭക്ഷണം ഒരു അസിഡിക് മീഡിയത്തിലാണ് നടക്കുക അല്ലേ. അപ്പോൾ ഈ അസിഡിക് മീഡിയത്തിലുള്ള ഫുഡിനെ നമുക്കൊരു ആൽക്കലൈൻ മീഡിയമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ജോലി ചെയ്യുന്നതും ബൈൽ ജ്യൂസാണ്. അപ്പോൾ ഇതാണ് ലിവറിൻ്റെ സെക്രീഷനായ ബൈൽ ജ്യൂസിൻ്റെ ഫംഗ്ഷൻ. ഇനി നമ്മുടെ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിൽ 3 എൻസൈംസ് ഉണ്ട്. ഒന്ന് പാൻക്രിയാറ്റിക് അമിലേസിൻ്റെ ഫംഗ്ഷൻ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, എന്നിട്ട് എന്താവും ഗ്ലൂക്കോസ് ആവും. ആൻഡ് ട്രിപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡൈജഷൻ. ആൻഡ് ലിപ്പേസ് എന്ത് ചെയ്യും, എമൽസിഫൈഡ് ഫാറ്റിനെ ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾസ് ആക്കും. ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഇതുപോലെ തന്നെ കുറേ എൻസൈംസ് അതിനകത്തുമുണ്ട്. ഇതെല്ലാം കൂടി കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നടത്തും. ഇനി അപ്പോൾ നമ്മുടെ ഡൈജഷൻ കഴിഞ്ഞു അല്ലേ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഏതാണ്, അബ്സോർപ്ഷൻ. അപ്പോൾ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കുറേ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് കാപ്പിലറീസിൻ്റെ പ്രസൻസ് കൊണ്ട് അഡാപ്റ്റഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഈസ് ഔട്ട് ദ അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ്. അപ്പോൾ നമ്മുടെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻസിൻ്റെ ഇന്നർ വാളിൽ കുറേ മില്യൺസ് ഓഫ് ടൈനി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊജക്ഷൻസിനെ നമ്മൾ വിളിക്കുന്നത് വില്ലി എന്നാണ്. അപ്പോൾ ഈ ഓരോ വില്ലിയും ഈവൻ ചെറിയ സ്മോളർ പ്രൊജക്ഷൻസ് മൈക്രോ വില്ലി കൊണ്ട് കവേർഡാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്, ആ ഒരു എഫക്റ്റീവ് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലാർജ് സർഫസ് ഏരിയ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും, കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് കുറേയും കൂടെ എഫക്റ്റീവായിട്ട് ന്യൂട്രിയൻസിനെ എല്ലാം അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന വില്ലിക്കകത്ത് ബ്ലഡ് കാപ്പിലറീസ് പോലെ തന്നെ ലാക്ടീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെക്കാട്ടിലും അമിനോ ആസിഡ്സിനെക്കാട്ടിലൊക്കെ കുറച്ചും കൂടെ വലുതായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്ലഡ് കാപ്പിലറിയിലേക്ക് അതിന് കയറാനായിട്ട് പാടാം. അപ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ലാക്ടീൽസ്, അതായത് ഫാറ്റിനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് വില്ലി എന്ന് പറയുന്ന അഡാപ്റ്റേഷൻ. അപ്പോൾ ഒരുവിധം അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് കഴിഞ്ഞിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ആ ഒരു റെസിഡുവൽ ആയിട്ടുള്ള പാർട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് എന്താണ്, ഒരുവിധം ഒരു മോസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ദ വാട്ടർ അബ്സോർപ്ഷൻ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നടക്കും. ദെൻ നമ്മുടെ അടുത്ത സ്റ്റെപ്പായിരുന്നു കേട്ടോ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡ് അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസിന് ഈച്ച് ആൻഡ് എവറി സെല്ലിൽ എവിടെയൊക്കെ സെൽസ് ഉണ്ടോ അവിടെയൊക്കെ സെൽസിൽ ചെന്നിട്ട് ഈ ഫുഡിനകത്തുള്ള എനർജി റെസ്പിറേഷൻ വഴി നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഓക്സിജനുമായിട്ട് കൂടി ചേർന്ന് റെസ്പിറേഷനിൽ എനർജി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ആൻഡ് അഗെയിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യാത്ത നമ്മുടെ ഫുഡ് സോഴ്സിനെ ഗ്ലൈക്കോജനായിട്ട് ലിവറിൽ കൺവേർട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. അതായത് നമ്മൾ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എനർജി സോഴ്സാണ്, ദാറ്റ് വി ക്യാൻ യൂസ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അപ്പോൾ അസിമിലേഷനും കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്, ഇജക്ഷൻ. അൺഡൈജസ്റ്റഡ് ഫുഡ് passes into a wider tube called the large intestine. നമ്മൾ പറഞ്ഞു ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് most of the water is absorbed. Rest of the material is removed from body through anus. ഇതാണ് ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. പിന്നെ എപ്പോഴും ചോദിച്ച് കാണാറുള്ളൊരു ചോദ്യമാണ്
ദ എൻസൈം പെപ്സിൻ ആൻഡ് ദ എൻസൈം ട്രിപ്സിൻ. ഈ 2 എൻസൈംസിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഈ 2 എൻസൈംസിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡൈജഷൻ ഓഫ് പ്രോട്ടീനാണ്. പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? പെപ്സിൻ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ സെക്രീഷനാണ്. ആൻഡ് അഗെയിൻ അതിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? പെപ്സിൻ ഇപ്പോഴും ഒരു അസിഡിക് മീഡിയത്തിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ട്രിപ്സിൻ എന്ന് പറയുന്നത് പാൻക്രിയാസിൻ്റെ സെക്രീഷനാണ്, പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ ഭാഗമാണ്. അതുപോലെ ട്രിപ്സിൻ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ആൽക്കലൈൻ മീഡിയം കൂടെ വേണം. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ ലെക്ചറിൽ നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ലൈഫ് പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി റെസ്പിറേഷൻ എന്ന് പറയുന്ന ലൈഫ് പ്രോസസ്സുമായിട്ട് നമുക്ക് വീണ്ടും വേറൊരു ലെക്ചറിൽ കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സമയം നന്നായി വിനിയോഗിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എന്നെ അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.